ബീട്രൂട്ട് തോരൻ. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ പാപ്പു സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും മുളക് ചമ്മന്തിയും ചായയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആ മുളക് ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന്. നിങ്ങൾക്കൊക്കെ ഓൾറെഡി അറിയായിരിക്കും. എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിനും മനസ്സുഖത്തിനും വേണ്ടിക്ക് ഞാനത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് വേണ്ടത്: വറ്റൽമുളക്, ഉഴുന്ന്, സവോള, ടൊമാറ്റോ, കറിവേപ്പില, മല്ലിയില, വെളുത്തുള്ളി, ഒരു കഷ്ണം, ചെറിയ കഷ്ണം പുളി. ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഈ ഒരു മുളക് ചമ്മന്തിക്ക് വേണ്ടത്. അപ്പോൾ ഒരു ചീനച്ചട്ടി എടുക്കുക, ചൂടാക്കുക, അതിലോട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഒരു 7 വറ്റൽമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. കരിഞ്ഞു പോകാതെ എടുക്കണേ. അതിനുശേഷം അതിനകത്തോട്ട് ഒരു സ്പൂൺ നമ്മുടെ ഉഴുന്ന് പരിപ്പാണ് ചേർക്കേണ്ടത്. അതും ഇതുപോലെ ചേർത്ത് കോരിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. കോരിയെടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് രണ്ടും കരിഞ്ഞു പോകാണ്ട് വേണം നോക്കാനായിട്ട്. കരിഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ നഷ്ടമാവും. അപ്പോൾ ഉഴുന്ന് പരിപ്പ് കോരി മാറ്റിയതിന് ശേഷം ആ ചട്ടിയിലോട്ട് തന്നെ ഒരു സവോളയാണ് വേണ്ടത്. ഒരു സവോള നീളത്തിലരിഞ്ഞതും 4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും ആവശ്യമില്ല, ഇത്രയും മതിയായിരിക്കും. ഇനി ഇത് വഴറ്റി ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് മൂന്നും കൂടെ ഇതിനകത്തോട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത് വഴണ്ടി വരുമ്പോൾ അതിനകത്തോട്ട് ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 സ്പൂൺ എന്നാൽ 1/2 ടീസ്പൂണാണ് കേട്ടോ. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അരയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു പച്ച കുത്തൽ ഫീൽ ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത് ആറിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അരച്ചിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടിയിലോട്ട് മാറ്റാം. ആ ഒരു സമയത്ത് നമ്മൾ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തീയിലിട്ട് കുറുക്കിയെടുക്കണം. അതാണ് അതിൻ്റെ കണക്ക്. ഇല്ല, നിങ്ങൾക്ക് വെള്ളം ചേർക്കാതെ എടുക്കണമെങ്കിൽ അല്ലാതെയും കടുക് വറുത്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിവിടെ എല്ലാവർക്കും കുറച്ച് ലൂസായിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അത് ഞാനിങ്ങനെ ചൂടാക്കി അതിനെ നല്ല കുറുക്കി എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ചേർക്കാൻ ആരും മറക്കരുത് കേട്ടോ. അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിനെ കടുക് വറുത്ത് ഒഴിക്കേണ്ടതാണ്. അതിന് വേറൊരു ചട്ടി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉഴുന്നുപരിപ്പും പൊട്ടിച്ച് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് കടുക് വറുത്ത് നമ്മുടെ ഈ ചമ്മന്തിയിലോട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ദോശയ്ക്കുള്ള മാവ് ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചു കേട്ടോ. അപ്പം ബിജുവിനും അമ്മയ്ക്കും ഫുഡ് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ പിന്നെ ആദ്യം അവർക്ക് കൊടുക്കാൻ കരുതി ദോശയൊക്കെ ഉണ്ടാക്കി കേട്ടോ. ദോശയും മുളക് ചമ്മന്തിയും ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് എനിക്ക് കട്ടനാണ് ഇടുന്നത്. അങ്ങനെ ഞാൻ എനിക്കുള്ള കട്ടൻ ഇട്ട് വെച്ചിട്ട് പാത്രങ്ങളെല്ലാം കിടന്നത് കഴുകി വെച്ചു. കാരണം എനിക്ക് വാഷ് ബേസിനകത്ത് മുഴുവൻ ഇങ്ങനെ പാത്രം നിറഞ്ഞു കിടക്കുന്നത് കാണാൻ ഇഷ്ടമേ അല്ല. എനിക്കത് കാണുമ്പോൾ ഭയങ്കര ടെൻഷനും ഇതുമാണ്. അതുകൊണ്ട് ഞാൻ അപ്പോൾ ഉള്ളത് അങ്ങനെ കഴുകി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ കൗണ്ടർ ടോപ്പറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അപ്പം പിന്നെ ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു കൗണ്ടർ ടോപ്പ് നല്ല നീറ്റായി കിടക്കുമ്പോൾ നമുക്കൊരു മനസ്സന്തോഷം. അത് ഇപ്പോഴും നീറ്റായി കിടക്കുന്നതാണ് എനിക്ക് കാണാൻ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഉള്ള സമയത്ത് അത് അപ്പോഴപ്പോഴായിട്ട് അങ്ങനെ ക്ലീനാക്കി ഇടാറുണ്ട്. അത് ഞാൻ അങ്ങനെ ചെയ്ത് ശീലിച്ചു പോയി. അതുകൊണ്ടാണ് വേറൊരാൾ അടുക്കളയിലോട്ട് കയറുമ്പം എനിക്ക് പറ്റാത്തത്. എൻ്റെ അടുക്കളയിൽ വേറൊരാൾ കയറി ചെയ്യുമ്പോൾ എനിക്കത് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. പിന്നെ ഏതെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ ചെയ്യും, അങ്ങനെ ഇല്ല. എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ഇന്ന സാധനങ്ങൾ ഇന്ന എടുത്ത് വയ്ക്കാമെന്നുള്ളത്. അങ്ങനെ അവിടെ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് പല്ല് തേക്കാൻ വെച്ചു. എൻ്റെ സ്ഥിരം പല്ല് തേക്കുന്ന പ്ലേസ് അവിടെയാണ്. ഞാൻ പുറത്ത് നിന്നാണ് പല്ല് തേക്കുന്നത്. അതാണ് എനിക്ക് ഒരു എനിക്കിഷ്ടമുള്ള കാര്യം. പുറത്തിങ്ങനെ ചെടികളൊക്കെ കണ്ട് ഇങ്ങനെ പല്ല് തേക്കുക എന്നുള്ളത്. എന്നിട്ട് ഞാൻ പിന്നെ എനിക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ കട്ടൻ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചോറിനുള്ള അരി തിളപ്പിച്ച് നമ്മുടെ കുക്കറിനകത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കറിക്കുള്ളത് മാത്രം ചെയ്താൽ മതി, ഉച്ചയ്ക്കുള്ളത്. ആ ഒരു സമയം കൊണ്ട് ഞാൻ പിന്നെ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ, ദോശ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കതിങ്ങനെ മനസ്സമാധാനത്തോടെ കുറച്ച് നേരം ഇരുന്ന് ഒരു 10-15 മിനിറ്റ് കുറച്ച് നേരം മൊബൈലൊക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട്
പിന്നെ ഉച്ചത്തെ പരിപാടിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എനിക്കുള്ളതൊക്കെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു. എനിക്ക് ദോശ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അധികം പാത്രങ്ങളൊന്നും ആവത്തില്ല. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ ആ ഇഡ്ഡലി പാത്രം എടുക്കണം, ഓരോ തട്ടും എടുക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴുകണം, അതിന് മുന്നേ കഴുകണം. അപ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ദോശ ഉണ്ടാക്കാനാണ് എളുപ്പമെന്നുള്ളത്. പിന്നെ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ദോശയും ചമ്മന്തിയാണ് ഇഷ്ടം. ബിജുവാനാണെങ്കിലും പാപ്പൂനാണെങ്കിലും ദോശയും ചമ്മന്തിയും ഇപ്പം പാതിരാത്രി കൊടുത്താലും ഉച്ചയ്ക്ക് കൊടുത്താലും അവർ കഴിച്ചോളും. അതുകൊണ്ട് എനിക്ക് എളുപ്പമാണ്. അതുകൊണ്ട് മിക്കവാറും എൻ്റെ വീട്ടിൽ ദോശയും ചമ്മന്തിയൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം ആസ്വദിച്ചിരുന്ന് അവിടെ ഇരുന്ന് കട്ടനും ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഉച്ചത്തെ പരിപാടിയിലോട്ട് കിടന്നത്. കാരണം ബിജുവിന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ബീട്രൂട്ട് തോരനും നമ്മുടെ കത്തിരിക്ക ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് മസാല ചേർത്ത് ഇങ്ങനെ വറുത്തെടുക്കുന്നതായിരുന്നു. കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇന്ന് അധികം എഫേർട്ട് ഇട്ടൊന്നും കറികളൊന്നും ഉണ്ടാക്കിയില്ല. ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കൂട്ടിയതേ ഉള്ളൂ കേട്ടോ. പിന്നെ തൈരുള്ളതുകൊണ്ട് മോരും കൂടി ഇങ്ങനെ കാച്ചി വെച്ചു. പിന്നെ എന്നിട്ട് പാപ്പുവിന് കുറേ ദിവസം കൊണ്ട് അവൽ വേണമെന്ന് പറയുന്നു സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും. അപ്പോൾ പിന്നെ ഞാൻ അതും കൂടെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ഈസി ആണല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് അവലെടുത്ത് ശർക്കരയും തേങ്ങയും നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുള്ളിക്കാരി വരുമ്പം ഹാപ്പി ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള പരിപാടികൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റാ.